മഹാശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ സർവ പാപങ്ങളിൽ നിന്നും മോചനം നേടുന്നതാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ഹരിസ്വാമി. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു നമ്മൾ ചിന്തിക്കുന്നത് മഹാശിവരാത്രി വ്രതത്തെക്കുറിച്ചാണ്. എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനാണ് നമ്മൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത്. ആദ്യമേ തന്നെ വീഡിയോയുടെ തലക്കെട്ടിൽ കൊടുത്തിട്ടുള്ള തെറ്റിദ്ധാരണ എന്താണെന്ന് പറഞ്ഞ് നമ്മൾക്ക് തുടങ്ങാം. ശിവരാത്രിയെക്കുറിച്ച് ഒരുപാട് കഥകളുള്ളതിൽ രണ്ട് പ്രധാന കഥകളാണ് നമ്മൾക്ക് അറിയാവുന്നത്. അതിൽ ഒരു കഥ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മുന്നിൽ ജ്യോതിർലിംഗമായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ശിവരാത്രിയായി ആചരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കഥയാണ് എല്ലാവർക്കും കൂടുതലായിട്ട് അറിയാവുന്നതും ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതും എന്നും ഒരു മാറ്റവുമില്ലാതെ എല്ലാവരും പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ആ കഥ ഇതാണ്. പാലാഴിമദന സമയത്ത് കാളകൂട വിഷം ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങുകയും നിലത്ത് പതിച്ചാൽ ലോകം നശിക്കും എന്നോർത്ത് ദേവന്മാർ വിഷമിക്കുകയും അപ്പോൾ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി മഹാദേവൻ ആ വിഷത്തെ തൻ്റെ വായ്ക്കുള്ളിലേക്ക് സ്വീകരിക്കുകയും ഇതുകണ്ട് തൻ്റെ പതിയായ മഹാദേവൻ മരണപ്പെടുമോയെന്ന് ഭയന്ന് ദേവിയെ ഖണ്ഡത്തിൽ പിടിക്കുകയും അപ്പോൾ വിഷം പുറത്തു വന്നാൽ ലോകം നശിക്കുമല്ലോ എന്ന് വിചാരിച്ച് മഹാവിഷ്ണു വായ് പൊത്തിപ്പിടിക്കുകയും വിഷത്താൽ മരിക്കാതിരിക്കുന്നതിന് വേണ്ടി ദേവന്മാർ എല്ലാവരും ചേർന്നുകൊണ്ട് മഹാദേവനെ ഉറക്കാതെ ദേവന്മാർ കാത്തിരുന്ന നാളാണ് ശിവരാത്രി എന്നാണ് കഥകൾ പറയുന്നത്. സത്യം ഇതാണോ? സ്ത്രീകളും പുരുഷന്മാരുമായ പല ബ്ലോഗർമാരും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ കഥ പറഞ്ഞാണ് ശിവരാത്രിയെക്കുറിച്ച് വർണ്ണിക്കുന്നത്. മലയാളി യൂട്യൂബർമാർ അടിച്ചുവിടുന്നത് കേൾക്കുമ്പോൾ വളരെ കഷ്ടം തോന്നുന്നു. ഇന്ന് എല്ലാവരുടെ കയ്യിലും ഫോൺ ഉള്ളപ്പോൾ എല്ലാവരും ഇത് കേട്ട് പിന്നെയും വിശ്വസിക്കുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഗ്രന്ഥങ്ങൾ പഠിക്കാനുള്ള സമയമോ സാഹചര്യമോ ഒട്ടില്ലതാനും. അങ്ങനെയുള്ള അവരെ ഇങ്ങനെയല്ലേ നിങ്ങളുടെ ദൈവങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മറ്റുള്ളവർ നമ്മുടെ കുട്ടികളെ മതം മാറ്റി കൊണ്ടുപോകുന്നതിന് ഒരു പ്രധാന കാരണമായി തീരുന്നത്. അല്ലെങ്കിൽ ക്ഷേത്ര സംസ്കൃതിയിലുള്ള അവരുടെ വിശ്വാസത്തെയാണ് ഈ ഉള്ളവർ തച്ചുടയ്ക്കുന്നത്. എന്താ ഇവരോട് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കേട്ടോളൂ. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അനുഗ്രഹം നൽകുന്ന ശിവൻ ഒരു വിഷം കഴിച്ചാൽ ചത്തുപോകുന്ന ദുർബലനാണോ? ഇത്ര കഴിവുകെട്ട ഒരു ദൈവത്തെയാണോ നിങ്ങൾ പൂജിക്കുന്നത്? അതേപോലെ നല്ലവനായ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വിഷ്ണുവിനെയാണോ നിങ്ങൾ പൂജിക്കുന്നത്? അനങ്ങാൻ പറ്റാത്ത വണ്ണമുള്ള ആനത്തലയുള്ള ഗണപതിയെ ആരാധിക്കുന്നത് എന്തിനാണ്? വിഡ്ഢിതമല്ലേ എന്നൊക്കെയാണ് അവരോട് ചോദിക്കുന്നത്. ഇതിന് തക്കതായ മറുപടി പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. എന്തിന്? മാതാപിതാക്കൾക്ക് അറിഞ്ഞിട്ട് വേണ്ടേ അവരുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ? അവർക്കും യഥാർത്ഥ ബോധമില്ലല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ സ്പിരിച്വൽ വീഡിയോകൾ ചെയ്യുന്ന ഈ കണ്ടൻറ് മേക്കർമാരോട് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥമായ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് വേണം വീഡിയോകൾ ചെയ്യാൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അറിവുള്ള പലരുടെ വീഡിയോകൾ കണ്ടതിന് ശേഷം വേണം, യഥാർത്ഥമായി അറിഞ്ഞിട്ട് വേണം ഒരു വീഡിയോ ചെയ്ത് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുവാൻ. അല്ലെങ്കിൽ അത് തെറ്റല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. മഹാദേവൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒന്ന് വിചാരിക്കൂ. ദേവന്മാരുടെ ദേവനാണ് മഹാദേവൻ. അങ്ങനെയുള്ള മഹാദേവൻ ഒരു വിഷം കഴിച്ച് ഉറങ്ങിയാൽ ചത്തുപോകുന്ന ആളാണോ? ഓർത്തു നോക്കൂ. അല്ലെങ്കിൽ തന്നെ പാർവതി ദേവി, ആ വാക്കിന് അർത്ഥം തന്നെ പവറുള്ളവൾ, ശക്തി സ്വരൂപിണി എന്നാണ്. അങ്ങനെയുള്ള ആദിപരാശക്തിയായ ആ ഭഗവതി തൻ്റെ പതി മരിക്കുമെന്ന് ഭയന്ന് തൊണ്ടയിൽ കുത്തിപ്പിടിക്കുമോ? നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയേ. എല്ലാം അറിയുന്ന
സങ്കല്പമാത്ര കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കപ്പെടുന്ന മഹാവിഷ്ണു ഉടനോടിപ്പോയി വായ പൊത്തുമോ? അത്രയ്ക്ക് ബോധമില്ലാത്തവനാണോ മഹാവിഷ്ണു? ഭാരതത്തിലെ ആധികാരികമായ ഒരു ഗ്രന്ഥങ്ങളിലും പ്രത്യേകിച്ച് പുരാണങ്ങളിലും ഈ കഥ ഇല്ലതാനും. ഇത് ഇടക്കാലത്ത് നാടകങ്ങളിലും കഥാപ്രസംഗങ്ങളിലും സീരിയലുകളിലുമൊക്കെയായി പ്രചരിച്ച ഒരു വിഡ്ഢിത്തം മാത്രമാണ്. ഹിന്ദുക്കൾ പുതിയത് പഠിക്കുന്നതിലുപരിയായി പഠിച്ചത് പലതും തിരുത്തി മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നവർ നല്ലവണ്ണം പഠിച്ചിട്ട് ചെയ്യുക. അതേപോലെ കേട്ട് ആചരിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നന്മയെ മാത്രം ഉൾക്കൊള്ളുക. ലോകരക്ഷകനായ മഹാദേവൻ്റെ മഹാമനസ്സിനെ പൂജിക്കുന്ന ദിവസമാണ് ശിവരാത്രി. ഇനി ശിവരാത്രി വ്രതത്തിലേക്ക് വരാം. ശിവരാത്രിക്ക് തലേ ദിവസം തന്നെ വ്രതം ആരംഭിക്കുന്നു. വ്രതമെടുക്കുന്നവർ ഒരു 3 ദിവസം മുമ്പ് തന്നെ മത്സ്യമാംസാദികളും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നത് നിർത്തുക. ശിവരാത്രി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനകർമ്മങ്ങൾ നിർവഹിച്ച് സന്ധ്യാവന്ദനാദികൾ ചെയ്ത് 5 തിരിയിട്ട് ഭദ്രദീപം തെളിയിച്ച് കുറച്ച് പുഷ്പങ്ങളൊക്കെ ശേഖരിച്ച് നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 108 ഉരു ജപിച്ച് മഹാദേവനെ മനസ്സിൽ സങ്കല്പിച്ച് സ്വന്തം ഗൃഹങ്ങളിൽ അർച്ചന ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാട് ഭഗവാന് സമർപ്പിക്കുക. ശിവരാത്രി ദിവസം വില്ലുപത്രം, കൂവളത്തിൻ്റെ മാലയും ഇലയുമൊക്കെ സമർപ്പിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. പിന്നെ സർവ ഐശ്വര്യത്തിനായി പാർവതീദേവിക്ക് സമർപ്പിക്കുന്ന പുറംവിളക്കിലെണ്ണ, സർവ രോഗ ദുരിത ആയുരാരോഗ്യ സൗഖ്യത്തിനായി ഭഗവാനെ പാലുകൊണ്ടും നെയ്യ് കൊണ്ടും ജലം കൊണ്ടുമൊക്കെ ധാര നടത്തുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. എള്ളു പായസം സമർപ്പിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. കാക്കകൾക്ക് എള്ളും തൈരുമിട്ട ചോറ് നൽകുന്നതും അന്നേ ദിവസം വളരെ നല്ലതാണ്. അന്നേ ദിവസം പാവപ്പെട്ടവർക്ക് അന്നവും വസ്ത്രവുമൊക്കെ ദാനം ചെയ്യുന്നതും അനുഗ്രഹം വർഷിക്കുന്നു. പിന്നെ ഗൃഹത്തിലെത്തി അവനവൻ്റെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ചുള്ള ഭക്ഷണക്രമം ശീലിക്കാവുന്നതാണ്. എന്തായാലും അമിത ഭക്ഷണവും അരി ആഹാരവും കുറയ്ക്കുന്നത് നന്നായിരിക്കും. വ്രതത്തിൻ്റെ പ്രധാന പ്രത്യേകതയായ ഈശ്വര സ്മരണ നിലനിർത്തുക എന്നുള്ളതിനായി ബാഹ്യ വിഷയങ്ങളിലുള്ള വ്യവഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുക. അതിനാണ് ഉപാസന, ഈശ്വരൻ്റെ അടുത്തിരിക്കുക എന്നു പറയുന്നത്. പകലായാലും പ്രത്യേകിച്ച് രാത്രിയിൽ പഞ്ചാക്ഷരി മന്ത്രജപം, ശിവ പുരാണ പാരായണം, ശിവ അഷ്ടോത്തര ജപം, ഹാലസ്യ മാഹാത്മ്യം, ശങ്കരാചാര്യ വിരചിതമായ ശിവ സ്തോത്രങ്ങൾ, ശിവ സഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുകയും ജപിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതൊന്നും സാധിക്കാത്തവർ ഓം നമഃശിവായ എങ്കിലും ജപിക്കാൻ മറക്കരുതേ. രാത്രിയിലുള്ള ശിവക്ഷേത്രത്തിലെ അഭിഷേകത്തിന് പറ്റുന്നവർ പങ്കെടുക്കുന്നത് നന്നായിരിക്കും. എന്തായാലും 12 മണി വരെയെങ്കിലും രാത്രിയിൽ ഉറങ്ങാതെ ഇരിക്കുന്നത് വളരെ ഉത്തമമാണ്. പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് മുമ്പായിട്ട് തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് പാരണ വീടാവുന്നതാണ്. വ്രതം അവസാനിപ്പിക്കുക. എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ, നല്ല ശിവരാത്രി നാളുകൾ ഉണ്ടാവട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ഹരി ഓം.